നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഏപ്രിൽ 23-ാം തീയതി ബുധനാഴ്ച 9 മണിക്ക് കാസ സാന്താ മാർത്തയിൽ നിന്നും വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റം ചെയ്യുന്നതാണ്. ആ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അഭിവന്യ കർദിനാൾ കെവിൻ ജോസഫ് ഫാരൽ കമർലെങ്കോ ആണ്. അതിനുശേഷം പ്രൊസഷൻ കാസ സാന്താ മാർത്തയുടെ പ്യാസയിൽ നിന്നും പ്രൊസഷൻ ആരംഭിച്ച് ആ സമയത്ത് പ്രൊസഷൻ ആരംഭിക്കുകയും ആ സമയത്ത് വത്തിക്കാനിൽ പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം വത്തിക്കാനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പള്ളി മണികൾ മുഴങ്ങുകയും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറൽ ഏപ്രിൽ 26-ാം തീയതി രാവിലെ 10 മണിക്ക് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ചായിരിക്കും നടത്തപ്പെടുക. ആ ലിറ്റർജി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അഭിവന്യ കർദിനാൾ ജോവാനി ബത്തിസ്ത റേ, ഡീൻ ഓഫ് ദ കോളേജ് ഓഫ് കാർഡിനൽസ് ആയിരിക്കും ആ ലിറ്റർജിക്കൽ സെലിബ്രേഷന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ പാത്രിയാർക്കീസുമാരും കർദിനാൾമാരും 9 മണിയോടുകൂടി സെൻറ്റ് സെബാസ്റ്റ്യനോ ബസിലിക്കയിൽ അവരുടെ തിരുവസ്ത്രങ്ങളണിഞ്ഞ് അവർ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറൽ സർവീസ് ഏപ്രിൽ 26-ാം തീയതി കാലത്ത് 10 മണിക്കാണ് എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം ആണ് പരിശുദ്ധ പിതാവിൻ്റെ ഫ്യൂണറൽ നിശ്ചയിച്ചിരിക്കുന്നത്. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോബി പോൾ.